ഹലോ ഫ്രണ്ട്സ്, കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇന്നത്തെ പരീക്ഷയിൽ ഏകദേശം അല്ലെ ഈ അടുത്ത് നടന്ന PSC പരീക്ഷകളിലെല്ലാം ഇതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ ക്വസ്റ്റ്യനെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഒഴിവാക്കാനാകാത്ത ഒരു ഭാഗമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്. നീതി ആയോഗിന്റെ ഭരണഘടന അല്ലെ, നീതി ആയോഗിന്റെ സമിതിയിൽ എത്ര അംഗങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുസ്തകങ്ങൾ, കറണ്ട് അഫയേഴ്സിന്റെ ഒരു 80ഓളം കറണ്ട് അഫയേഴ്സിന്റെ ബുക്കും ഓതേഴ്സും ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ തീർച്ചയായും കാണണേ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് രൂപത്തിലൊന്ന് താഴെ രേഖപ്പെടുത്തണേ. ക്ലാസ്സിലേക്ക് പോകാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയില് എത്ര അംഗങ്ങളാണ്? പരമാവധി 10 അംഗങ്ങൾ വരെയാകാം അല്ലെ. എത്ര വരെ? പരമാവധി 10 അംഗങ്ങൾ വരെയാകാം. ചെയർമാൻ എപ്പോഴും ആരാണ്? മുഖ്യമന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് കഴിഞ്ഞ ഒരു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. കൺവീനർ ആരാണ്? റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി. റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് കൺവീനർ ആയിട്ട് വരുന്നത്. CEO ആയിട്ട് വരുന്നത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണ്. CEO സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. വകുപ്പിന്റെ മേധാവിയിലെ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന വകുപ്പിന്റെ മേധാവി ആരാണ്? റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് വകുപ്പ് മേധാവി. ഇനി സമ്മേളനങ്ങളൊക്കെ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി. സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അപ്പൊ കൺവീനർ ആരാന്ന് ചോദിച്ചാലും റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. വകുപ്പ് മേധാവി ആരാന്ന് ചോദിച്ചാലും റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെയാണ്. സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാന്ന് ചോദിച്ചാലും റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഒന്നുകൂടി വരാം. പരമാവധി അംഗങ്ങൾ എത്ര പേരാണ്? 10 പേരാണ്. ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? നമ്മുടെ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും ചെയർമാൻ. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. വൈസ് ചെയർമാൻ അവിടെ ഓപ്ഷൻ മാറ്റി എന്ത് ചെയ്യും? അഗ്രികൾച്ചറിന്റെ തരാം, റവന്യൂ തരാം, വേറെ മേഖലകൾ തരും അല്ലേ. അപ്പൊ കൂട്ടുകാർ മറക്കല്ലേ, വൈസ് ചെയർമാൻ എപ്പോഴും ആരാണ്? റവന്യൂ മന്ത്രിയാണ്. കൺവീനർ ആരാണ്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ അല്ലെ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും. ഇത് കണക്ട് ചെയ്ത് പഠിക്കും കേട്ടോ. കൺവീനറും വകുപ്പ് മേധാവി റവന്യൂ ആൻഡ് ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി. പിന്നെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് എന്ത് ചെയ്യുന്നത്? സമ്മേളനങ്ങള് വിളിച്ചു ചേർക്കുന്നത്. മറക്കരുത്. പിന്നെ CEO ആരാണ്? CEO ആയിട്ട് വരുന്നത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണ്. CEO സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. എന്താണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ? കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എപ്പോഴാണ്? 2007 മെയ് 4-നാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. 2007 വർഷം മാത്രം പഠിച്ചാൽ പോരാട്ടോ. മെയ് 4, 2007 മെയ് 4-നാണ് എന്ത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. അപ്പൊ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രിയിലെ മുഖ്യമന്ത്രി ആരാണ്? ചെയർമാൻ ആയിട്ട് വരും. റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാൻ ആയിട്ട് വരുന്നത്. നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ ആരൊക്കെയാണ്? കൃഷി മന്ത്രി വരുന്നുണ്ട്. പിന്നെ ചീഫ് സെക്രട്ടറി ആരാണ്? CEO ആയിട്ട് ആര് വരും? ചീഫ് സെക്രട്ടറി വരും. പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞു അല്ലെ. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏത് വകുപ്പിൽ നിന്നാണ്? ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് അല്ലെ. ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് എന്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി വരുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി ഏത് വകുപ്പാണ്? റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അല്ലെ. റവന്യൂ വകുപ്പിൽ നിന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിനെ തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹമായിരിക്കും എന്ത് കൺവീനർ ആയിട്ടും വരുന്നത് അല്ലെ. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി ആരാണ്? മെമ്പർ സെക്രട്ടറി
ആണ്. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി ആരാണ്? മെമ്പർ സെക്രട്ടറി ആണ്. ഓക്കെ, മുഖ്യമന്ത്രിയാണ് എന്ത്? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ, മറക്കരുത്, ശ്രദ്ധിച്ചു പഠിക്കണേ, മുഖ്യമന്ത്രിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എന്ത്? ചെയർമാൻ. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. ആരാണ് നമ്മുടെ കേരള സംസ്ഥാനത്തെ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി? കെ രാജൻ അല്ലേ? ആരാണ്? കെ രാജനാണ് ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി. ഇനി കൃഷി മന്ത്രി അല്ലെ? കൃഷി മന്ത്രിയും എന്തിൽ വരുന്നുണ്ട്? ദുരന്ത നിവാരണ അതോറിറ്റിയിൽ എക്സ് ഓഫീഷ്യോ അംഗമായിട്ട് വരുന്നുണ്ട്. ആരാണ് കൃഷി മന്ത്രി ഇപ്പോൾ? പ്രസാദ് അല്ലെ? പ്രസാദ് ആണ് ഇപ്പോൾ എന്ത്? കൃഷി മന്ത്രിയായിട്ട് അല്ലെ? ചീഫ് സെക്രട്ടറിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ സിഇഒ ആയിട്ട് വരുന്നത് ആരാണ്? ചീഫ് സെക്രട്ടറി ആണ്. ആരാണ് കേരള സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി? വി പി ജോയ് അല്ലെ? ആരാണ്? വി പി ജോയ് ആണ് കേരള സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏത് വകുപ്പിൽ നിന്നായിരിക്കും? ആഭ്യന്തര വകുപ്പിൽ നിന്നായിരിക്കും. പ്രിൻസിപ്പൽ സെക്രട്ടറി എവിടെ നിന്നായിരിക്കും? റവന്യൂ വകുപ്പിൽ നിന്നായിരിക്കും. അദ്ദേഹമായിരിക്കും എന്ത്? കൺവീനർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവി ആരാണ്? മെമ്പർ സെക്രട്ടറി ആണ്. കൂട്ടുകാർ തീർച്ചയായും എന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം താഴെ ഒന്ന് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണേ. ക്ലാസ്സുകളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുന്ന അടുത്ത ഇതേപോലെയുള്ള ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.